നമസ്തേ, ഏവർക്കും ശ്രീവിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ പഠന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായും പ്രതിപാദിക്കുന്നത് ഹോമം അഥവാ ഹവനം എന്ന കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഹോമം നടത്തിയാൽ ഒരു ജാതകന് അവൻ്റെ ജാതക ദോഷത്തിൽ എന്തൊക്കെ പ്രതിവിധികൾ, എങ്ങനെയൊക്കെ ദുരിതങ്ങൾ മാറി വരുമെന്നതിനെ പറ്റിയൊക്കെ നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നു. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ടും മുൻപേ പറയാനുള്ള, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളോട് സഹകരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. മറ്റുള്ളവർക്ക് ഗുണപ്രദമാകത്തക്ക രീതിയിൽ നമ്മുടെ ഈ ചാനൽ ഷെയർ കൂടെ ചെയ്ത് നമ്മൾ സഹകരിക്കണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ഹവനം അഥവാ ഹോമം എന്നതിനെ പറ്റിയാണ് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത്. വേദ കാലഘട്ടം മുതൽ അനുഷ്ഠിച്ചു വരുന്ന ഒന്നാണ് ഈ ഹവനം അഥവാ ഹോമം എന്ന് പറയുന്നത്. ഹോമത്തെപ്പറ്റി നമ്മൾ രാമായണം, മഹാഭാരതം എന്നിവയിലൊക്കെ തന്നെ വേദകാലഘട്ടം ഏതാണ്ട് BC 3000 മുമ്പ് തന്നെ ആർഷഭാരതത്തിൽ ഹോമങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് ആ ബുക്കുകളിലെല്ലാം തന്നെ നമുക്ക് ഓരോ വിധമായ ഹോമങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം ഇതിലെല്ലാം തന്നെ ഹോമത്തെപ്പറ്റി വിശാലമായി തന്നെ രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അഗ്നിയിൽ ദ്രവ്യസമർപ്പണം നടത്തുന്ന കർമ്മങ്ങളാണ് ഹോമം എന്ന് പറയുന്നത്. ഹോമം യജ്ഞത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ഹവനമാണ്. ഹോമം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ആർഷഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം, ആ സംസ്കാരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹോമം എന്ന് പറയുന്നത്. എന്നാൽ യജ്ഞം സമൂഹത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി നടത്തപ്പെടുമ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായാണ് ഹോമങ്ങൾ നടത്തപ്പെടുന്നത്. ഒന്നുകൂടെ പറയാം. ഹോമവും യജ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. യജ്ഞമെന്ന് പറഞ്ഞാൽ കുറേ കൂടെ വിപുലമായ രീതിയിലുള്ള ഹവനമാണ്. ഹോമം വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഹോമം സാധാരണ ഉപയോഗിക്കുന്നത്. യജ്ഞത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഹോമം ഹൈന്ദവ സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകം കൂടിയാണ്. എന്നാൽ യജ്ഞം സമൂഹത്തിൻ്റെയോ ദേശത്തിൻ്റെയോ ലോകത്തിൻ്റെയോ പൊതുവായ ലക്ഷ്യങ്ങൾക്കായി നടത്തപ്പെടുമ്പോൾ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കാണ് ഹോമങ്ങൾ നമ്മൾ സാധാരണയായി നടത്തപ്പെടുന്നത്. നിത്യജീവിതത്തിൽ നാം നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം കൂടിയാണ് ഹോമം എന്ന് പറയുന്ന. തടസ്സങ്ങൾ ഒഴിവാക്കാനും ദുരിതങ്ങൾ കുറയ്ക്കാനും കാര്യസിദ്ധിക്കുമായി നടത്തേണ്ട പ്രധാനപ്പെട്ട ഹോമങ്ങൾ പലതുണ്ട്. ആ ഓരോ ഹോമത്തെപ്പറ്റി നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ഇപ്പം വ്യക്തിപരമായിട്ടുള്ള നമുക്ക് ഓരോ തടസ്സങ്ങൾ നേരിട്ടാൽ, ദുരിതങ്ങൾ നേരിട്ടാൽ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിലുണ്ടായാൽ അതൊക്കെ ഒരു പരിഹാര മാർഗമായിട്ടാണ് ഹോമം സാധാരണയായി നടത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഹോമത്തെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ പ്രതിപാദിക്കുന്നത്. ഗണപതി ഹോമം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഗണപതി ഹോമം വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗണപതി ഹോമം സാധാരണയായി നമ്മൾ നടത്തുന്നത്. ഗണേശനായിട്ട് വിഘ്ന നിവാരണത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും പുതുതായി തുടങ്ങുന്ന ഏത് സംരംഭങ്ങൾക്കും മുന്നോടിയായി നടത്തുന്ന ഒരു കർമ്മമാണ് ഗണപതി ഹോമം. നമ്മൾ വാസ്തുബലി, അതായത് ഗൃഹപ്രവേശനം എന്ന് പറയും. ആ ഗൃഹപ്രവേശനത്തിന് തുടങ്ങുന്ന മുമ്പായിട്ട് തന്നെ ഗണപതി ഹോമം നടത്തിയാൽ ആ വാസ്തുദോഷമടക്കം, ആ മണ്ണിനുള്ള ദോഷമടക്കം എല്ലാം തന്നെ മാറി ഐശ്വര്യം വന്നു ചേർന്ന് വിനായകൻ്റെ പ്രീതി നേടും എന്നാണ് പറയുന്നത്. അവിടെ യാതൊരുവിധ വിഘ്നങ്ങളും അവിടെ വീട്ടിൽ സംഭവിക്കില്ല എന്നാണ് ആചാര്യമതം. ഇനിയും അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് മൃത്യുഞ്ജയ ഹോമമാണ്. രോഗശാന്തിക്കും ആരോഗ്യലബ്ധിക്കും ഗണപതി ഹോമത്തിന് ശേഷം ഉള്ള ഒരു പ്രധാന ഹോമമാണ് മൃത്യുഞ്ജയ ഹോമം. ചിറ്റമൃതവള്ളി, പേരാൽമുട്ട, എള്ള്, കറുക, പാൽപ്പായസം എന്നീ ദ്രവ്യങ്ങൾ 144 പ്രാവശ്യം വീതം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഹോമിക്കുകയാണ് ആചാരമതം. 1008 വീതം ഹോമിക്കുന്നതിന് മഹാമൃത്യുഞ്ജയ ഹോമം എന്നും പറയുന്നു. 144 പ്രാവശ്യം ഹോമിക്കുന്നതിന് സാധാരണ മൃത്യുഞ്ജയ ഹോമമെന്നും 1008 തവണ ഹോമിക്കുന്നതിന് മഹാമൃത്യുഞ്ജയ ഹോമമെന്നുമാണ് പറയപ്പെടുന്നത്. തൊട്ടടുത്ത് വരുന്നത് മഹാസുദർശന ഹോമമാണ്. ശത്രുദോഷ ദുരിതം നീങ്ങുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് മഹാസുദർശന ഹോമം. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പലവിധ ശത്രുക്കളും നമുക്കുണ്ടാവും. ചിലർ നമ്മളോട് ശത്രുത ചിരിച്ചുകൊണ്ട് നടക്കുമെങ്കിലും ശത്രുത കാണിക്കാറില്ല. പക്ഷേ മറ്റുള്ളവർ ചിലർ നേരിട്ട് നമ്മളെ ശത്രുത കാണിക്കുന്നവരുമുണ്ട്. ഇതിനെ ചെറുക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ഹോമമാണ് മഹാസുദർശനം. മഹാസുദർശന ഹോമം ശത്രുദോഷ നിവാരണത്തിനും ഏറ്റവും നല്ല ഒരു പരിഹാര മാർഗമാണ്.
മഹാസുദർശന മൂർത്തി അതായത് വിഷ്ണു ഭഗവാനെ ആവാഹിച്ച് ഹോമങ്ങളും പൂജകളും നടത്തി ശത്രുദോഷം പൂർണ്ണമായും മാറ്റാവുന്നതാണ്. പിന്നീടൊരു ഹോമമുള്ളത് അഹോര ഹോമമാണ്. അതും ശത്രുദോഷ ദുരിതം കഠിനമാണെങ്കിൽ ചെയ്യേണ്ടതാണ്. ശിവസങ്കല്പത്തിലുള്ള ഒരു ഹോമമാണ്. നമ്മൾ ശത്രു പ്രബലനാണെങ്കിൽ നമ്മൾ അഹോര ഹോമം തന്നെ നടത്തണം. അഹോര ഹോമം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ അദ്ദേഹം ചെയ്തിട്ടുള്ള ആഭിചാരക്രിയകൾ നേരെ റിവേഴ്സായി അദ്ദേഹത്തിൽ തന്നെ ചെന്ന് കുടികൊള്ളും എന്നാണ് പറയുന്നത്. അഹോര ഹോമം നടത്തിയാൽ അത് പ്രധാനമായിട്ടും നമ്മുടെ അഹോര ഹോമത്തെ പറ്റി വിവരിച്ചിട്ടുള്ളത് അഥർവവേദത്തിലാണ്. തൊട്ടടുത്ത് വരുന്ന ശൂലിനി ഹോമമാണ്. ദൃഷ്ടിദോഷവും ശത്രുദോഷവും മറ്റ് ശക്തമായ ദോഷങ്ങൾക്കും ശൂലിനി ഹോമം പരിഹാരമാണ്. അതും അഥർവവേദത്തിൻ്റെതായിട്ട് സംഭാവനയാണ്. മന്ത്രങ്ങളൊന്നും ഞാനിവിടെ ചൊല്ലുന്നില്ല. തൊട്ടടുത്ത് വരുന്നത് നരസിംഹ ഹോമമാണ്. ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തി അഗ്നിയിൽ ആവാഹിച്ച് പൂജ ചെയ്യുന്നതാണ് നരസിംഹ ഹോമം. ശത്രുദോഷ ശക്തിക്കാണ് അത് ഉത്തമം. നരസിംഹ യന്ത്രവുമുണ്ട്. നരസിംഹ യന്ത്രം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് ശത്രുദോഷത്തെ എല്ലാം തടയുന്നതിനും ആഭിചാരക്രിയകൾ തടയുന്നതിനുമൊക്കെ വളരെ ഉത്തമമാണ്. ശത്രുദോഷ ഹോമവും വളരെ ഫലപ്രദമാണ്. പ്രത്യംഗിര ഹോമമാണ് തൊട്ടടുത്ത് വരുന്ന. ആഭിചാര ദോഷത്തിന് അത്യാവശ്യ ഘടകങ്ങൾ ദേവീ സങ്കല്പത്തിൽ നടത്തുന്ന ഹോമമാണ്. ആഭിചാര ദോഷം മറ്റൊരാൾക്ക് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു ഹോമമാണ് പ്രത്യംഗിര ഹോമം എന്ന് പറയുന്നത്. ദൃഷ്ടിദോഷം, ശാപം, നേർച്ചകൾ ഇവയെല്ലാം ഈ ഹോമം കൊണ്ട് നമുക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് നമുക്ക് അടിച്ചേൽപ്പിക്കാൻ കഴിയും. ആയുസുക്ത ഹോമമാണ് മറ്റൊരെണ്ണം. ഹോമാഗ്നിയിൽ ശിവനെ ആവാഹിച്ച് പൂജ നടത്തുന്ന ഈ ഹോമം ആയുർബലത്തിന് വിശേഷമാണ്. ദോഷകാലത്ത് വിശേഷിച്ച് കണ്ടകശനി പോലുള്ള ദുരിതകാലങ്ങളെന്ന് ഈ ആയുസൂക്ത ഹോമം നടത്തുന്നത് വളരെ ഉപകാരപ്രദമാണ്. നമുക്ക് നല്ല ഫലങ്ങൾ ചെയ്യും. അതായത് നമ്മുടെ കണ്ടകശനി അതുപോലെ തന്നെ ഏഴരശനിയൊക്കെ ബാധിക്കുമ്പോൾ ആയുസൂക്ത ഹോമം നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. ആയുസ്സിനും അതായത് ഈ കണ്ടകശനി കാലഘട്ടമാണ് നമ്മുടെ ദേഹത്ത് എപ്പോഴും തട്ട്, മുട്ട്, ഒടിവ്, ചതവ്, അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ കണ്ടകശനി, ഏഴരശനി കാലഘട്ടങ്ങൾ. തൊട്ടടുത്തായിട്ട് പോകുന്ന ഹോമമാണ് കറുക് ഹോമമാണ്. ആയുസൂക്ത മന്ത്രം കൊണ്ടും ത്രയംബകം മന്ത്രം കൊണ്ടുമുള്ള ഒരു കറുക് ഹോമം ആയുർദോഷത്തിനും രോഗദുരിത നിവാരണത്തിനും ചെയ്യാവുന്ന കർമ്മമാണ്. ഭാരാരിഷ്ടത മാറാനും ഉത്തമമാണ് കറുക് ഹോമം. കറുക് ഹോമം നടത്തുന്നത് പ്രധാനമായിട്ടും ഈ നമ്മുടെ മാനസികമായിട്ട് പ്രശ്നമുള്ളവർക്ക് കറുക് ഹോമം ഏറ്റവും ഉത്തമമാണെന്നാണ് പറയുന്നത്. ആയുസുക്ത മന്ത്രം കൊണ്ടും ത്രയംബകം മന്ത്രം കൊണ്ടും കറുക ഹോമം നടത്തണം. ഈ രണ്ട് മന്ത്രങ്ങളും ചൊല്ലി കറുക ഹോമം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. മൃതസഞ്ജീവനി ഹോമമാണ് തൊട്ടടുത്ത് വരുന്നത്. ആയുർദോഷത്തിനും ദോഷദുരിതത്തിനും നീങ്ങുന്ന ഒരു ഹോമമാണ് മൃതസഞ്ജീവനി ഹോമം. സ്വയംവര പാർവതി ഹോമമാണ്. അത് കല്യാണം നടക്കാത്തവർക്കായിട്ടുള്ള ഹോമമാണത്. ഹോമാഗ്നിയിൽ പാർവതി ദേവി ആവാഹിച്ച് പൂജ നടത്തുന്ന ഈ ഹോമം വിവാഹ തടസ്സം നീങ്ങുന്നതിന് അത്യുത്തമമാണ്. സ്വയംവര പാർവതി ഹോമം. അത് ആരെങ്കിലും അതുപോലെ ഈ സ്വയംവര പാർവതി യന്ത്രമുണ്ട്. സ്വയംവര പാർവതി യന്ത്രം വീട്ടിൽ സൂക്ഷിക്കുന്നത് വിവാഹ തടസ്സം മാറി ചിലർക്ക് പല കാര്യങ്ങളിൽ വിവാഹം മാറിപ്പോകും. ആ സമയത്ത് നമ്മൾ സ്വയംവര ഗായത്രിയും സ്വയംവര പാർവതി യന്ത്രവും വീട്ടിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത്ഭുത ശക്തിയുള്ള 16 ഹോമങ്ങൾ ഇനിയുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നുകൂടെ പറയാം, ഗണപതി ഹോമമാണ്. ഗണപതി ഹോമം എന്ന് കേട്ടിട്ടില്ലാത്തവർ ഉണ്ടാകില്ല. വിഘ്നങ്ങൾ ഒഴിവാക്കാനാണ് ഗണപതി ഹോമം നടത്തുന്നത്. വിഘ്ന നിവാരണത്തിനും സർവ്വവിധമായ സമ്പൽ സമൃദ്ധിക്കും പുതുതായി തുടങ്ങുന്ന ഏത് സംരംഭങ്ങൾക്കും മുന്നോടിയായി നടത്തുന്ന ഒരു കർമ്മമാണ് ഗണപതി ഹോമം. മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് രോഗശാന്തിക്കും ആരോഗ്യലബ്ധിക്കും മൃത്യുഞ്ജയ ഹോമം നല്ലതാണ്. ചിറ്റമൃതവള്ളി, പേരാലിൽ മുട്ട, എള്ള്, കറുക, പാൽ, നെയ്യ്, പാൽപായസം എന്നീ ദ്രവ്യങ്ങൾ 144 പ്രാവശ്യം വീതം മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലി ഹോമിക്കുകയാണ് ആചാരം. ആരോഗ്യവർദ്ധനത്തിനും മൃത്യുഞ്ജയ ഹോമം നല്ലതാണ്. ദുരിത ആധിക്യത്തിൽ ഹോമസംഖ്യ കൂട്ടുകയുമാകാം. 7 കൂട്ട ദ്രവ്യങ്ങൾ 108 വീതം ഹോമിക്കുന്നതിനെ മഹാമൃത്യുഞ്ജയ ഹോമം എന്ന് പറയുന്നു. മഹാസുദർശന ഹോമമാണ് മറ്റൊന്ന്. ശത്രുദോഷ ദുരിതം നീങ്ങുന്നതിന് ഏറ്റവും ഫലപ്രദമാണ് മഹാസുദർശന ഹോമം. രാവിലെയോ വൈകിട്ടോ നടത്തുന്നതാണ് മഹാസുദർശന ഹോമം ഉത്തമം. മഹാസുദർശനമൂർത്തി അതായത് വിഷ്ണു ഭഗവാനെ ആവാഹിച്ച് ഹോമങ്ങളും പൂജകളും നടത്തി ശത്രുദോഷം നിശംശയം മാറ്റാവുന്നതാണ്. ശത്രുദോഷക്കാർക്ക് ഏറ്റവും ഫലപ്രദമാണിത്. അഘോര ഹോമമാണ് നല്ലതൊന്ന്. മറ്റൊന്ന്, ശത്രുദോഷം ദുരിതം വരെ കഠിനമാണെങ്കിൽ ശിവസങ്കല്പമുള്ള ശക്തമായി ഹോമം ചെയ്യാവുന്നതാണ്. അഘോരമൂർത്തിയെ പത്മത്തിൽ ആവാഹിച്ച് പൂജയും ഹോമകുണ്ടത്തിൽ സമത്വക്കളുടെ ഹോമവും നടത്തുന്നു. രാവിലെയോ വൈകിട്ടോ ഈ ഹോമം നടത്തുന്നതാണ് ഉത്തമം. വളരെ ശക്തമായ ഹോമമായതിനാൽ പ്രശ്നവിധിയിലൂടെയോ നിമിത്തങ്ങളിലൂടെ അത്യാവശ്യമാണെങ്കിൽ ഈ ഹോമം നടത്താൻ പാടുള്ളൂ. ശൂലനി ഹോമമാണ് മറ്റൊന്ന്. ദൃഷ്ടിദോഷവും ശത്രുദോഷവും മറ്റ് ശക്തമായ ദോഷങ്ങൾക്ക് ശൂലിനി ഹോമം പരിഹാരമാണ്. സംഖ്യകൾ
ദോഷങ്ങളുടെ കാഠിന്യം ഏറ്റക്കുറച്ചിലനുസരിച്ച് ചെയ്യാം. പൂജയ്ക്ക് ശുല്ലിനി യന്ത്രം വരയ്ക്കണം. ചുവന്ന പുഷ്പങ്ങൾ, ചുവന്ന പട്ട്, ചുവന്ന മാലകൾ എന്നിവയാണ് ഉപയോഗിക്കേണ്ടത്. നരസിംഹഹോമമാണ് മറ്റൊന്ന്. ഉഗ്രമൂർത്തിയെ നരസിംഹമൂർത്തിയെ അഗ്നിയിൽ ആവാഹിച്ച് പൂജ ചെയ്യുന്ന ഹോമമാണ് നരസിംഹഹോമം. 26 ശക്തി സംഖ്യ ഹോമിക്കാം. ഉഗ്രശക്തിയുള്ള ഹോമമായതിനാൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ചുവന്ന പൂക്കളാണ് ഉത്തമം. നരസിംഹഹോമം ശത്രുദോഷ ശക്തിക്ക് ഉത്തമമാണ്. പ്രത്യാംഗിര ഹോമമാണ്. ആഭിചാര ദോഷം കൊണ്ട് വലയുന്നവർക്ക് അതീവ അത്യാവശ്യ ഘട്ടങ്ങൾ ദേവീ സങ്കല്പത്തിൽ നടത്തുന്ന ഹോമമാണത്. സുദർശന ഹോമം, നരസിംഹ ഹോമം, അഘോര ഹോമം, ശൂലിനി ഹോമം തുടങ്ങിയ ഹോമങ്ങളിൽ സാധിക്കാത്ത ഘട്ടങ്ങളിലെ ഈ ഹോമം നടത്താൻ പാടുള്ളൂ. വളരെ ശക്തമായ ഒരു ഹോമമാണിത്. നല്ല ഉപാസന ഉള്ളവരെ കൊണ്ട് ഈ ഹോമം ചെയ്യിക്കാം. ദൃഷ്ടിദോഷം, ശാപം, നേർച്ച ഇവയെല്ലാം മാറ്റുന്ന പ്രത്യേക ഹോമം വളരെ ഉത്തമമാണ്. ആയുക്ത ഹോമമാണ് മറ്റൊന്ന്. ഹോമാഗ്നിയിൽ ശിവനെ ആവാഹിച്ച് പൂജ നടത്തുന്ന ഈ ഹോമം ആയുർബലത്തിൽ വിശേഷമാണ്. ദശാസന്ധി ദോഷകാലത്തും വിശേഷിച്ച് കണ്ടകശനി പോലുള്ള ദുരിതകാലങ്ങളിലും ആയുക്ത ഹോമം നടത്തുന്ന ഉത്തമമാണ്. 7 പ്രാവശ്യവും 12 പ്രാവശ്യവും നടത്താം. അതുപോലെ തന്നെ 7 ശനി കാലഘട്ടത്തിലും ഈ ആയുക്ത ഹോമം വളരെ ഉത്തമമാണ്. കരഹോമമാണ് മറ്റൊന്ന്. മൃത്യുക്ത മന്ത്രം കൊണ്ടും ത്രയംബക മന്ത്രം കൊണ്ടുമുള്ള കരഹോമം പ്രസിദ്ധമാണ്. ആയുർദോഷത്തിനും രോഗദുരിത നിവാരണത്തിനും ചെലവ് കുറച്ച് ചെയ്യാവുന്ന ഒരു കർമ്മമാണിത്. കറുകയും നെയ്യുമാണ് ഇതിന് ഹോമിക്കുന്നതെങ്കിലും ചിലയിടങ്ങളിൽ ഹവിസ് ഹോമിക്കാറുണ്ട്. കുട്ടികൾക്ക് ബാലാരിഷ്ടത മാറാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് മനോബലം കൂടാനും മാനസികമായിട്ട് വൈകല്യമുള്ള കുട്ടികൾക്കും ഇത് വളരെ ഉത്തമമായിട്ടുള്ള ഹോമമാണ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്. തൊട്ടടുത്ത് വരുന്നത് മൃതസഞ്ജീവനി ഹോമമാണ്. ആയുർദോഷത്തിലും ശക്തിയായി ഉണ്ടെങ്കിൽ ആയുർദോഷം ദുരിതം നീക്കുന്നതിനെ നടത്തുന്ന അത്യപൂർവ ഹോമമാണ് മൃതസഞ്ജീവനി ഹോമം. ബ്രഹ്മ മുഹൂർത്തത്തിലും ചിലയിടങ്ങളിൽ രാത്രിയിലും നടത്താറുണ്ട്. മൃതസഞ്ജീവനി നടത്തുന്നത് ബ്രഹ്മമുഹൂർത്തം നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം. ചില ആചാരങ്ങളിൽ പിറ്റേ ദിവസം അസ്തമം വരെയും ഹോമം തുടരുന്നു. അത്യപൂർവവും അതിശക്തിയുമുള്ള ഈ ഹോമം ഉത്തമനായ കർമ്മിയെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാൻ പാടുള്ളൂ. സ്വയംവര പാർവതി ഹോമമാണ് മറ്റൊന്ന്. ഹേമാഗ്നിയിൽ പാർവതി ആവാഹിച്ച് പൂജ നടത്തുന്ന ഈ ഹോമം വിവാഹ തടസ്സം നീങ്ങുന്നതിനും കാര്യസിദ്ധിക്കും ഉത്തമമാണ്. ഹോമത്തിന് ശേഷം കന്യകമാർക്ക് അന്നദാനം, വസ്ത്രദാനം എന്നിവ നൽകുന്നത് വളരെ നല്ലതാണ്. തിങ്കൾ, വെള്ളി, പൗർണമി എന്നീ നാളുകൾ കർമ്മത്തിന് ഉത്തമമാണ്. തൃഷ്ടിപ്പ് ഹോമമാണ് മറ്റൊന്ന്. ദൃഷ്ടിദോഷ ശാന്തിക്കും ശത്രുദോഷം നീക്കുന്നതിന് ചെയ്യുന്ന ഹോമമാണ് തൃഷ്ടിപ്പ് ഹോമം. രാത്രിയാണ് ചെയ്യാൻ ഉത്തമമെങ്കിലും 2 നേരവും ചെയ്യും. ശത്രുക്കൾക്ക് നമുക്ക് നേരെ വരുന്ന ചെയ്യുന്ന കർമ്മങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നതാണ് ഈ കർമ്മത്തിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ തൃഷ്ടിപ്പ് യന്ത്രം വീട്ടിൽ വെക്കുന്നത് ശത്രുദോഷത്തിന് നല്ലതാണ്. വിചാരദോഷം നമുക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോകാനും തൃഷ്ടിപ്പ് യന്ത്രം പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന നിലവിളക്കിനോട് ചേർന്ന് സൂക്ഷിക്കുന്നത് വളരെ ഉത്തമമാണ്. അശ്വാരൂഢ ഹോമമാണ് മറ്റൊന്ന്. അശ്വാരൂഢ ഹോമം ദാമ്പത്യ ഭദ്രതയ്ക്കാണ് നല്ലത്. വശ്യസ്വരൂപിണിയായ പാർവതീ ദേവിയെ സങ്കല്പിച്ച് ആവാഹിച്ച് പൂജ ചെയ്ത് നടത്തുന്ന ഹോമമാണ്. 2 നേരവും ഇത് ചെയ്യാറുണ്ട്. വിവാഹാനന്തരം ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന കലഹം നീക്കുന്നതിനും പരസ്പര വശ്യതയ്ക്കും ഈ കർമ്മം ഉത്തമമാണ്. അശ്വാരൂഢ ഹോമമാണ്. അത് ഗായത്രി ഹോമമാണ് മറ്റൊന്ന്. പാപശാന്തിക്കും ദുരിതശാന്തിക്കും നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹോമമാണ് ഗായത്രി ഹോമം. സുഹൃത ഹോമം എന്നും പറയാറുണ്ട്. ഗായത്രി ദേവി, സൂര്യൻ, വിഷ്ണു എന്നീ മൂർത്തി സങ്കല്പത്തിലും ഇത് നടത്താറുണ്ട്. പല കർമ്മം ചെയ്തിട്ടും ദുരിതം പിന്തുടരുന്നുവെങ്കിൽ ഗായത്രി ഹോമത്തിലുള്ള പൂർണ്ണമായ ശാന്തിയും സമാധാനവും ലഭിക്കും. നവഗ്രഹ ഹോമമാണ് മറ്റൊന്ന്. വൈദിക വിധിപ്രകാരമുള്ള ഹോമമാണിത്. ഹോമാഗ്നിയിൽ 9 ഗ്രഹങ്ങളുടെയും മന്ത്രം കൊണ്ട് ഹോമിക്കണം. ഹോമകുണ്ഡത്തിൻ്റെ കിഴക്കുവശത്ത് നവഗ്രഹ പത്മം തയ്യാറാക്കി വടക്കോട്ട് പൂജിക്കണം. നവഗ്രഹ പ്രീതിക്കും ദശാപഹാര ദോഷ ദുരിതം നീങ്ങുന്നതിന് ഹോമം ഉത്തമമാണ്. തിലഹോമമാണ് മറ്റൊന്ന്. നമ്മുടെ പൂർവ്വ പിതാമഹന്മാർക്കും പിതാമഹിമാർക്കും മരിച്ചുപോയ എല്ലാവർക്കും പഴയ താഴ്വരയുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന ഒരു ഹോമമാണ് തിലഹോമം. പ്രതിപ്രീതിക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മരിച്ചുപോയവരുടെ ആത്മാവിനെ ശുദ്ധിക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് തിലഹോമം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഇവിടെ ഹോമങ്ങളെപ്പറ്റി പറയുന്നതുകൊണ്ട് ഈ ഹോമത്തിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ പ്രതിപാദിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ജ്യോതിഷ പ്രശ്നങ്ങൾക്കും മുഹൂർത്തങ്ങൾ, ഗ്രഹപ്രവേശ സമയം കുറിക്കാനുമൊക്കെ ഓൺലൈനിലൂടെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാനുള്ള നമ്മുടെ നമ്പർ DP-യിൽ കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.